ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSSTയുടെ ജനറൽ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു അമംഗ് ദ ഫോളോവിംഗ് വാസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ്സ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കുന്നത്, അല്ലെ? ഡിസംബർ 9-നാണ് അതിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ട് പല പല കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. അപ്പം അതിന്റെ ചില എക്സാമ്പിളുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ പല പല കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിൽ BR അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഈ ലിസ്റ്റിൽ കാണാം, അല്ലെ? സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ് സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, അല്ലെ? അപ്പൊ ഈ കമ്മിറ്റികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. BR അംബേദ്കർ ആയിരുന്നു ചെയർമാൻ. പിന്നെ രണ്ടാമത് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഈ മൂന്ന് കമ്മിറ്റികളുടെയും ചെയർമാൻ ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളുക. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഇതിന്റെ മൂന്നിന്റെയും ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി അടുത്ത കമ്മിറ്റി ഓൺ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഇത് മൂന്നെണ്ണം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, അതുപോലെ ആഡോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാകയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാനും രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി, അല്ലെ? ഓക്കെ, ഇനി കമ്മിറ്റി ഓൺ ഫംഗ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, GV മൗലാങ്കർ. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു കേട്ടോ, JB കൃപലാനി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ എന്താ പറയാ, 3 കമ്മിറ്റികളുടെ ചെയർമാനായിട്ട് വരുന്ന ജവഹർലാൽ നെഹ്റു ആണ്, അല്ലെ? അതുപോലെ 4 കമ്മിറ്റികളുടെ ചെയർമാനായിട്ട് വരുന്ന രാജേന്ദ്ര പ്രസാദുമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. അപ്പം അതെല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ പ്രിയാമ്പിൾ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് എന്തൊക്കെയാണ് നമ്മുടെ പ്രിയാമ്പിൾ പ്രകാരം ലഭിക്കുന്നത്? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്? ഫ്രീഡം ഓഫ് റെസിഡൻസ് എനിവെയർ ഇൻ ദ കൺട്രി, റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ചോയ്സ്, ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അറ്റ് പ്രൈമറി ലെവൽ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രിയാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, തോട്ട് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, അതിനുള്ള അധികാരമാണ് പ്രിയാമ്പിൾ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ C ആയിരിക്കും, ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ്. റൈറ്റ് ടു അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അറ്റ് പ്രൈമറി ലെവൽ, അതുപോലെ ഫ്രീഡം ഓഫ് റെസിഡൻസ് ഇൻ എനിവെയർ ദ കൺട്രി, ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ചോദ്യം എന്ന് പറയുന്നത്, ഹു അമംഗ് ദ ഫോളോവിംഗ് ഈസ് എ മെമ്പർ ഓഫ് സെലക്ഷൻ കമ്മിറ്റി ഫോർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കമ്മീഷനിൽ, സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹു അമംഗ് ദ ഫോളോവിംഗ് ഈസ് എ മെമ്പർ ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി ഫോർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഓപ്ഷനിൽ നമുക്ക് ലോക്സഭാ സ്പീക്കർ ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ ലോക്സഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ എത്ര മെമ്പേഴ്സാണ് വരുന്നത്? നോട്ട് മോർ ദാൻ 10 മെമ്പേഴ്സ്
10 ഇൻഫർമേഷൻ കമ്മീഷൻ, 10 പേരിൽ കൂടാത്ത ഒരു മെമ്പർഷിപ്പ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് നോട്ട് മോർ ദാൻ 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ്. അതായത് 10 ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും. അപ്പൊ മാക്സിമം ടോട്ടൽ 11 വരാം. ഇൻഫർമേഷൻ കമ്മീഷണർ 10 പേരും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും. ഓക്കെ, അപ്പൊ ഇതിന്റെ സെലക്ട് കമ്മിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്നത് സെലക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത് പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ചെയർപേഴ്സൺ, പ്രൈം മിനിസ്റ്റർ ആസ് ചെയർപേഴ്സൺ. പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ സെലക്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓഫ് ലോക്സഭ, അതാണ് നമ്മൾ ഇതിന്റെ ഉത്തരമായിട്ട് എഴുതിയത്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഓഫ് ലോക്സഭ ആൻഡ് എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പിന്നെ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററും കൂടെ ഇതിന്റെ സെലക്ട് കമ്മിറ്റിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ശരിക്കും ഇതിന്റെ സെലക്ട് കമ്മിറ്റിയിൽ വരുന്നത്? പ്രൈം മിനിസ്റ്റർ, അതുപോലെ യൂണിയൻ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, അതുപോലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ. ഇത്രയും 3 പേരാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ സെലക്ട് കമ്മിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 65 വയസ്സ് വരെയാണ് അതിന്റെ കാലാവധിയായിട്ട് പറയുന്നത് കേട്ടോ. ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ദ ഇൻഫർമേഷൻ കമ്മീഷണർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് എ ടൈം ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ അണ്ടിൽ they attain the age of 65 years. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഏജ് അല്ലെങ്കിൽ മാക്സിമം 65 വയസ്സ് ആകുന്നത് വരെ. ഇതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അപ്പൊ ഓക്കെ, ഓർത്തിരിക്കുക, ഇവര് 3 പേരാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ സെലക്ട് ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയിൽ ഉള്ള ആളുകൾ. ഓക്കെ, അടുത്ത ചോദ്യം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 1986 ഏത് സമയത്താണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത്, ഏത് ഡേറ്റിലാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഡേറ്റ് 22/3/1986, പല ഡേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വരുന്നത് 1986 നവംബർ 19-നാണ്. ഓക്കെ, അപ്പൊ ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന് 26 സെക്ഷൻസും 4 ചാപ്റ്റേഴ്സും ഒക്കെയാണ് വരുന്നത്. എത്രയാണ്? 26 സെക്ഷൻസും 4 ചാപ്റ്റേഴ്സും ആണ് വരുന്നത് കേട്ടോ. 26 സെക്ഷൻസും 4 ചാപ്റ്റേഴ്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ 1986 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരം പല റെസ്ട്രിക്ഷനുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം ആക്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹൂ ലെഡ് ദ മാർച്ച് പോപ്പുലർലി നോൺ ആസ് സവർണ ജാഥ ഇൻ 1925 ഇൻ വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹം 1924-25 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് സവർണ ജാഥ നടത്തിയത് ആരാണ്? അതിന് നേതൃത്വം കൊടുത്തത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷനിൽ മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, സി വി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിന്റെ ഉത്തരം മന്നത്ത് പത്മനാഭനാണ്. അപ്പം മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയുമ്പോൾ 1878 ജനുവരി 2-ന് പെരുന്നയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകനാണ്. NSS 1914-ലാണ് രൂപീകൃതമാകുന്നത്. അപ്പൊ ആ വർഷം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭനായിരുന്നു. ഇനി കണ്ടക്ടഡ് സവർണജാഥ. സവർണജാഥ ശരിക്കും 1924 നവംബർ 1-നാണ് കേട്ടോ ആരംഭിക്കുന്നത്. അപ്പൊ ഇത് വൈക്കത്ത് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ ആ സമയത്തെ റീജന്റ് ആയിരുന്ന സേതുലക്ഷ്മി ബായിക്ക് ഈ പറഞ്ഞ സിഗ്നേച്ചറിന്റെ ഒരു കളക്ഷനോട് കൂടിയ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ മെയിൻ ആയിട്ടും സവർണജാഥ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതായത് അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദുക്കൾ, അതായത് ലോവർ കാസ്റ്റിലുള്ള ഹിന്ദുക്കളുടെ അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനും ടെമ്പിളുകളിൽ പ്രവേശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനും ഒന്നും എതിരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഒരു ജാഥയായിരുന്നു സവർണ ജാഥ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തിന് പോകുന്നതിനിടയിൽ ഏകദേശം 200ഓളം സ്ഥലങ്ങളിൽ അവര് നിർത്തുകയും അവിടെ പ്രത്യേകം സമ്മേളനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പർ കാസ്റ്റിലുള്ള ഹിന്ദുക്കള് സാധാരണ ലോവർ കാസ്റ്റിലുള്ള ഹിന്ദുക്കളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനും അതുപോലെ ടെമ്പിളുകളിൽ പ്രവേശിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനും ഒന്നും എതിരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു ജാഥയായിരുന്നു സവർണ ജാഥ. ഓർത്തിരിക്കുക, അതിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനായിരുന്നു.
ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം, കവിഭാരതം വാസ് റിട്ടൺ ബൈ ഹൂ? കവിഭാരതം എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതിയിരിക്കുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അതിൽ ഓപ്ഷനിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, AR രാജരാജവർമ്മ, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ എന്നിങ്ങനെ ഉള്ളൂർ S പരമേശ്വരയ്യർ എന്നൊക്കെ പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇതിന്റെ ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം 1864 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഹി വാസ് എ മലയാളം പോയറ്റ് ആൻഡ് പ്രൊമിനന്റ് സംസ്കൃത് സ്കോളർ ഓഫ് കേരള. അദ്ദേഹത്തിന്റെ ജന്മനാമം, ബർത്ത് നെയിം എന്ന് പറയുന്നത് രാമവർമ്മ എന്നായിരുന്നു. ഹീസ് ഫേമസ് ഫോർ ഹിസ് സിംഗിൾ ഹാൻഡഡ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഓഫ് എൻറ്റയർ മഹാഭാരത. മഹാഭാരതത്തിന്റെ എൻ്റെ ട്രാൻസ്ലേഷന്റെ പേരിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ഏകദേശം 874ഓളം ദിവസങ്ങളെടുത്താണ് അദ്ദേഹം ഇത് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നു. കേരള വ്യാസൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. മഹാഭാരതം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കേരള വ്യാസൻ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത സെക്ഷനിൽ നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.